ഏകദേശം 10 വർഷം മുമ്പ് മലയാളക്കര ഏറ്റെടുത്ത ഒരു വികസന മുദ്രാവാക്യമുണ്ട്. നിങ്ങളിൽ പലരും അത് ഓർക്കുന്നുണ്ടായിരിക്കും. അത് ഇപ്രകാരമാണ്: അതിവേഗം ബഹുദൂരം എന്ന് പറയുന്ന ഒരു വികസന മുദ്രാവാക്യം. അതിവേഗം ബഹുദൂരം എവിടേക്കെന്നറിയാതെ ഓടി സമീപകാല സംഭവവികാസങ്ങളുടെ മുൻപിൽ പകച്ചു നിൽക്കുന്ന ഒരു സമൂഹത്തിൻ്റെ ഭാഗമായി നിന്നുകൊണ്ട് ഞാൻ ഈ സന്ധ്യാസമയത്ത് നിങ്ങളോട് സംസാരിക്കുമ്പോൾ അനേക ബാല്യകാല സ്മരണകൾ, ഓർമ്മകൾ നിങ്ങളെപ്പോലെ എൻ്റെയും മനസ്സിലോട്ട് കടന്നു വരുന്നുണ്ട്. വിളഞ്ഞു കിടക്കുന്ന പാടശേഖരങ്ങളുടെ നടുവിലുള്ള ഒറ്റവരി പാതയിലൂടെ ആത്മസുഹൃത്തിൻ്റെ തോളിൽ കൈയിട്ടുകൊണ്ട് കലാലയങ്ങളിലേക്ക് നടന്നു നീങ്ങിയ ഒരു ബാല്യകാലം. അധ്യാപകനാണ് ശരിയെന്ന് ഉള്ള ആപ്തവാക്യം മനസ്സിൽ ഊട്ടി ഉറപ്പിച്ചിട്ട് അധ്യാപകരെ ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്തുകൊണ്ടിരുന്ന ഒരു നല്ല ബാല്യകാലം. എന്നും ഓർത്തിരിക്കാൻ ഉതകുന്ന അനേക ബാല്യകാല സ്മരണകൾ നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് ശരിയാണ്. എന്നാൽ സമീപകാല സംഭവവികാസങ്ങൾ നാം കാണുമ്പോൾ നമുക്ക് ഓർമ്മ വരുന്ന ഒരു കാര്യമുണ്ട്. ഇന്നത്തെ കലാലയങ്ങൾ എന്ന് പറയുന്നത് മദ്യത്തിൻ്റെയും മയക്കുമരുന്നിൻ്റെയും വിപണന കേന്ദ്രങ്ങളായി മാറിയിരിക്കുന്ന ഒരു അവസ്ഥ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. നമുക്കറിയാം, 9 മാസം സ്വന്തം ഉദരത്തിൽ ചുമന്ന് നൊന്ത് പ്രസവിച്ച് മുലയൂട്ടി വളർത്തി നാളെ കുടുംബത്തിന് ഒരത്താണിയാകുമെന്ന് പ്രതീക്ഷിച്ച് കലാലയത്തിൽ കോളേജിൽ പറഞ്ഞുവിട്ട അഭിമന്യു എന്ന് പറയുന്ന ഒരു ആദിവാസി യുവാവ് കലാലയ രാഷ്ട്രീയത്തിന്റെ അല്ല, കൊലയാളി രാഷ്ട്രീയത്തിന്റെ കൊടുവാളി നിരയായിട്ട് മുറ്റത്ത് വിരിച്ചിട്ട പച്ചപ്പനമ്പിൽ വെട്ടിയിട്ട വാഴത്തല പോലെ കിടക്കുന്നത് കണ്ടിട്ട് അലറി പിടിച്ച ഒരു ആദിവാസി അമ്മയുടെ കരച്ചിൽ ഇന്നും നമ്മുടെ കർണപുടങ്ങളിൽ അലയടിക്കുന്നുണ്ട് എന്നുള്ളത് വാസ്തവമാണ്. ഇതാണ് പ്രിയപ്പെട്ടവരെ ഇന്നത്തെ കലാലയ രാഷ്ട്രീയം ഈ കൊച്ചു കേരളത്തിന് ചെയ്ത സംഭാവന എന്ന് പറയുന്നത്. ഒന്നും രണ്ടുമല്ല, 6 പേരുടെ തലയോട്ടി ചുറ്റിയുകൊണ്ട് അടിച്ചു പൊളിച്ചിട്ട് 23-കാരൻ സധൈര്യം ആ പോലീസ് സ്റ്റേഷനിലേക്ക് യാത്ര ചെയ്യുമ്പോഴും അവന് പരിഭവമാണ്. അവൻ പറയുന്നത്, സാറേ, എനിക്ക് 2 പേരെ കൂടി കൊല്ലുവാനുണ്ടായിരുന്നു എന്നാണ്. ഇതാണ് പ്രിയപ്പെട്ടവരെ മദ്യത്തിനും മയക്കുമരുന്നിനും അടിമയായിരിക്കുന്ന ഇന്നത്തെ യുവതലമുറ നമ്മുടെ ഈ കൊച്ചു കേരളത്തിന് നൽകിക്കൊണ്ടിരിക്കുന്ന സംഭാവന എന്ന് പറയുന്നത്. സമപ്രായക്കാരനായിരിക്കുന്ന സഹപാഠിയുടെ തല നഞ്ചക്ക് കൊണ്ടടിച്ചു കൊന്നിട്ട് എവറസ്റ്റ് കൊടുമുടി കീഴടക്കിയ ടെൻസിങ്ങിനെ പോലെ കൈ ഉയർത്തി നിന്ന് സെൽഫി എടുത്ത് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുന്ന 15-കാരൻ. അടുത്തിടെ പുറത്തു വന്ന ഒരു കണക്കുണ്ട്. ഈ കൊച്ചു കേരളത്തിൽ വിറ്റഴിക്കപ്പെടുന്ന മദ്യത്തിന്റെയും മയക്കുമരുന്നിന്റെയും 70% ഉപയോഗിക്കുന്നത് 10-നും 15-നും ഇടയ്ക്ക് പ്രായമുള്ള നമ്മുടെ സ്കൂൾ കുട്ടികളാണെന്നുള്ള വസ്തുതയാണ്. പ്രവർത്തിക്കട്ടെ, ഇതാണ് ആൽഫ ജനറേഷൻ എന്നറിയപ്പെടുന്ന 2010-നും 2015-നും ഇടയ്ക്ക് ജനിച്ച നമ്മൾ പിഞ്ചുകുട്ടികൾ, പൊന്നോമരകളെല്ലാം പറയുന്ന ഈ കൊച്ചു കുട്ടികളിൽ ഈ കേരളത്തിന് നൽകിക്കൊണ്ടിരിക്കുന്ന സംഭാവന എന്ന് പറയുന്നത്. നാം എവിടെയാണ് എത്തി നിൽക്കുന്നുവെന്ന് നാം ഒന്ന് മനസ്സിൽ ആക്കേണ്ടത് ആവശ്യമാണ്. എന്താണ് ഈ കാലഘട്ടത്തിൽ മനുഷ്യൻ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നമെന്ന് പറയുന്നത്? തൊഴിലില്ലായ്മയാണോ? അല്ല പ്രിയപ്പെട്ടവരെ, തൊഴിലില്ലായ്മയാണ് മനുഷ്യൻ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നമെങ്കിൽ ഇന്ന് തൊഴിലുള്ളവന്റെ പ്രശ്നങ്ങൾ തീരണം. വിദ്യാഭ്യാസമില്ലാത്തതാണോ? വിദ്യാഭ്യാസമില്ലാത്തതാണ് ഇന്ന് മനുഷ്യൻ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നമെങ്കിൽ നാം കഴിഞ്ഞ ദിവസം കേൾക്കുകയുണ്ടായി, MBBS വിദ്യാഭ്യാസമുള്ള ഒരു യുവാവാണ് സ്വന്തം പിതാവിനെ വെട്ടി തുണ്ടം തുണ്ടമാക്കി പെട്ടിയിൽ സൂക്ഷിച്ചു വെച്ചത്. അപ്പോൾ തൊഴിലില്ലായ്മയല്ല നമ്മുടെ കൊച്ചു കേരളം നേരിടുന്ന പ്രശ്നമെന്ന് പറയുന്നത്. വിദ്യാഭ്യാസമല്ല ഇല്ലാത്തതല്ല നമ്മുടെ ഈ കൊച്ചു കേരളം നേരിടുന്ന വലിയ പ്രശ്നമെന്ന് പറയുന്നത്. ആരെയും കൊല്ലുവാൻ തക്കവണ്ണം ഒരു കുഞ്ഞും ഈ കേരളത്തിൽ അല്ല ലോകത്തിൽ ഒരിടത്തും പിറന്നു വീഴുന്നില്ല. മോശമാക്കുവാൻ വേണ്ടി ഒരമ്മയും തന്റെ കുഞ്ഞിനെ പാലൂട്ടി വളർത്തുന്നില്ല. പക്ഷേ
അറിയാഞ്ഞോ അറിയാതെയോ നാം അതൊക്കെ ആയി തീർന്നിരിക്കുന്നു എന്നുള്ളതാണ് വസ്തുത. മനുഷ്യൻ അഭിമുഖീകരിക്കുന്ന കാതലായ പ്രശ്നത്തിന്റെ കാരണമെന്നറിയുവാൻ ഞാൻ ബഹുദൂരം സഞ്ചരിക്കേണ്ട ആവശ്യമൊന്നുമില്ല പ്രിയപ്പെട്ടവരെ. നമ്മുടെ കയ്യിലിരിക്കുന്ന, നമ്മുടെ അലമാരകളിൽ വെച്ച് നാം പൂട്ടി സൂക്ഷിച്ചിരിക്കുന്ന നമ്മുടെ പൂജാമുറികൾ ഒരു പൂജാബിംബത്തെ പോലെ നാം കാത്തു സൂക്ഷിക്കുന്ന ഈ വിശുദ്ധ വേദ പുസ്തകത്തിന്റെ ഏടുകളൊന്ന് മറിച്ചു നോക്കുവാൻ അല്പമെങ്കിൽ നിങ്ങൾക്ക് ഏവർക്കും സാവകാശം കിട്ടിയാൽ ഇന്ന് ഈ കൊച്ചു കേരളം അല്ല, ഈ ഭൂമി അഭിമുഖീകരിക്കുന്ന കാതലായ പ്രശ്നത്തിന്റെ കാരണം നമുക്കവിടെ കാണുവാൻ കഴിയും. നമുക്കൊരു വേദവാക്യം വായിക്കാം. റോമാലേഖനം 7-ാം അധ്യായം അതിന്റെ 19ഉം 20ഉം വാക്യങ്ങൾ. ഞാൻ ചെയ്യുവാൻ ഇച്ഛിക്കുന്ന നന്മ ചെയ്യുന്നില്ലല്ലോ. ഞാൻ ചെയ്യുവാൻ ഇച്ഛിക്കുന്ന നന്മ ഞാൻ ചെയ്യുന്നില്ല. പ്രിയപ്പെട്ടവരെ, ഒരു നല്ല ഭർത്താവായിരിക്കുവാൻ തക്കോണം ആഗ്രഹമില്ലാത്ത ഏത് ഭർത്താവാണ് ഉണ്ടായിട്ടുള്ളത്? അതിനാണല്ലോ അവർ വിവാഹം കഴിച്ചത്. ഒരു നല്ല പിതാവായിരിക്കുവാൻ തക്കവണ്ണം ആർക്കാണ് ആഗ്രഹമില്ലാത്തത്? അതിനാണല്ലോ നോമ്പ് നോറ്റ് ഒരു കുഞ്ചുകാല് കാണുവാനായിട്ട് കാത്തിരുന്നത്. ഒരു നല്ല അയൽക്കാരനായി തീരുവാൻ, ഒരു നല്ല സുഹൃത്തായി തീരുവാൻ, അല്ല ഒരു നല്ല മനുഷ്യനായി തീരുവാൻ ആർക്കാണ് താല്പര്യമില്ലാത്തത്? അടുത്ത വാക്യം ഒന്ന് വായിച്ചേ. ഇച്ഛിക്കാത്ത തിന്മയത്രേ പ്രവർത്തിക്കുന്നത്. അവനത് ആയില്ല എന്ന് മാത്രമല്ല, അവൻ ആഗ്രഹിക്കുന്ന, ചെയ്യുവാൻ ആഗ്രഹിക്കുന്ന, ആയിത്തീരുവാൻ ആഗ്രഹിക്കുന്ന ആ തുറമുഖത്ത് അവൻ എത്തിച്ചേർന്നില്ല എന്ന് മാത്രമല്ല, ഇച്ഛിക്കാത്ത തിന്മയാണ് അവൻ ചെയ്യുന്നതെന്ന് കാണുവാൻ കഴിയും. മദ്യത്തിനും മയക്കുമരുന്നിനുമെതിരെ പ്രതിജ്ഞയെടുത്ത വ്യക്തി ഇന്ന് മദ്യത്തിനും മയക്കുമരുന്നിനും അടിമയായിട്ട് തീർന്നിരിക്കുന്നു. മോഷ്ടാക്കളെ പിടികൂടണമെന്നുള്ള ജീവിത താല്പര്യത്തെ മുൻനിർത്തിക്കൊണ്ട് പോലീസായി തീർന്ന വ്യക്തി ഇന്ന് പോലീസിലെ കള്ളനായിട്ട് മാറിയിരിക്കുന്ന കാഴ്ചകൾ നമുക്ക് സമീപകാലങ്ങളിൽ കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. അഴിമതിക്കെതിരെ പോരാടുവാൻ തക്കോണം രാഷ്ട്രീയത്തിൽ ചേർന്നവൻ ഇന്ന് ഏറ്റവും വലിയ അഴിമതിക്കാരനായിട്ട് മാറിയിരിക്കുന്ന കാഴ്ചയാണ് നാം കാണുന്നത്. എന്താണ് അതിന് കാരണം? എങ്കിലോ അതിനെ പ്രവർത്തിക്കുന്നത് ഞാനല്ല. ഞാൻ ആഗ്രഹിക്കാത്ത തിന്മയാണ് അനുദിന ജീവിതത്തിൽ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ള യാഥാർത്ഥ്യത്തെ മുൻനിർത്തിക്കൊണ്ട് ഇവിടെ അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ്, എന്നാൽ അതിനെ പ്രവർത്തിക്കുന്നത് ഞാനല്ല, എന്നിൽ വസിക്കുന്ന പാപമാണ്. പാപം ചെയ്യുന്ന മനുഷ്യനാണോ പരിഹാരം വേണ്ടത്, അതോ പാപത്തിനാണോ പരിഹാരം വരേണ്ടത്? നമുക്കറിയാം, ഒരു കുറ്റവാളിയെ ജയിലിൽ അടച്ചാൽ പാപ സ്വഭാവത്തിന് പരിഹാരം വരുമെങ്കിൽ നമ്മുടെ ജയിലുകളെല്ലാം എന്നേ ആരാധന ആലയങ്ങളായിട്ട് മാറിപ്പോകുമായിരുന്നു. നമുക്കറിയാം, ഒരു പോക്കറ്റടിക്കാരൻ പിടിക്കപ്പെട്ടിട്ട് അവൻ ജയിലിൽ പോയാൽ അവൻ മടങ്ങി വരുന്നത് ബാങ്ക് കവർച്ച ചെയ്യുവാനുള്ള പദ്ധതികളുമായിട്ടാണ്. നമുക്കറിയാം, ഒരാളെ കൊന്നിട്ട് ജയിലിൽ പോയ ചെന്താമര എന്ന് പറയുന്ന കൊലയാളി അവൻ ജാമ്യത്തിലിറങ്ങി വെളിയിൽ വന്നത് 2 പേരെ കൊല്ലുവാനായിട്ടാണ്. ഈ അവസ്ഥയാണ് പ്രിയപ്പെട്ടവരെ വിശുദ്ധ വേദപുസ്തകം പറയുന്നത് അതിക്രമത്താലും പാപത്താലും മരിച്ചു കിടക്കുന്ന അവസ്ഥ എന്ന് പറയുന്നത്. മരിച്ചു കിടക്കുന്ന ഒരു വ്യക്തിക്ക് തന്റെ സാഹചര്യങ്ങളെ കുറിച്ച് യാതൊരു ബോധ്യവുമില്ല. പാപത്തിന്റെ പടുകുഴിയിൽ മരിച്ചു കിടക്കുന്ന ഒരു വ്യക്തിക്ക്, പാപിയായിരിക്കുന്ന ഒരു വ്യക്തിക്ക് താൻ ചെയ്യുന്നതിനെ കുറിച്ച് യാതൊരു ബോധ്യവുമില്ല എന്നാണ് വിശുദ്ധ വേദപുസ്തകം. മാറ്റം വരേണ്ടത് വ്യക്തികൾക്കല്ല, മറിച്ച് പാപത്തിനാണ് മാറ്റം വരേണ്ടത്. അതുകൊണ്ടാണ് കാൽവരി ക്രൂശിൽ കിടക്കുമ്പോൾ നമ്മുടെ അരുമനാഥനായിരിക്കുന്ന കർത്താവായ യേശുക്രിസ്തു തന്റെ കാൽകരങ്ങളിൽ ആ ആണികൾ ആഞ്ഞടിച്ച ആ റോമൻ പടയാളികളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട്, തന്റെ മുഖത്ത് തുപ്പിയ ആ യഹൂദന്മാരെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട്, തന്നെ പരിഹസിച്ചുകൊണ്ട് കടന്നു പോകുന്ന സഹയാത്രികന്മാരെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറഞ്ഞത്, പിതാവേ, ഇവർ ചെയ്യുന്നത് എന്തെന്ന് അറിയുക കൊണ്ട് ഇവരോട് ക്ഷമിക്കണമേ. കാരണം അവരെ കൊണ്ട് ആ ഹീനകൃത്യം ചെയ്യിക്കുന്നത് അവരിൽ അധിവസിക്കുന്ന പാപ സ്വഭാവമാണ്. അതുകൊണ്ടാണ് നമ്മുടെ കർത്താവ് ഇപ്രകാരം പറഞ്ഞത്, നിങ്ങളുടെ വലത്തെ കണ്ണ് നിങ്ങൾക്ക് ഇടർച്ച വരുത്തുന്നുവെങ്കിൽ ചൂഴ്ന്ന് എടുത്ത് എറിഞ്ഞു കളയുക. പ്രിയപ്പെട്ടവരെ, നമ്മൾ അധിവസിക്കുന്ന പാപ സ്വഭാവത്തിനാണ് പരിഹാരം വരേണ്ടത്. തങ്ങളുടെ പൂർവ്വപിതാവായിരിക്കുന്ന കയ്യനെ പോലെ ആ പാപത്തിന്റെ പടുകുഴിയിൽ കിടന്നുകൊണ്ട് മനുഷ്യൻ ഇപ്രകാരം ഒന്ന് കരയുവാൻ ഇടയായി. ഞങ്ങളുടെ പാപം പൊറുക്കുവാൻ കഴിയുന്നതിലും വലുതാണ്. ആർക്ക് ഞങ്ങളുടെ പാപത്തിന് പരിഹാരം വരുത്തുവാൻ കഴിയും? ഈ പാപത്തിന്റെ ഈ പടുകുഴിയിൽ നിന്ന് എന്നെ ഒന്ന് കൈപിടിച്ച് ഉയർത്തുവാൻ തക്കവണ്ണം ആർക്ക് കഴിയും?
പ്രിയപ്പെട്ടവരെ, കൃപാലുവായിരിക്കുന്ന, കരുണാമയനായിരിക്കുന്ന, സ്നേഹനിധിയായിരിക്കുന്ന നമ്മുടെ കർത്താവിന് ആ കരച്ചിലിന് മറുപടി കൊടുക്കുവാതിരിക്കുവാൻ കഴിഞ്ഞില്ല. യോസേഫ് എന്ന് പറയുന്ന ബെത്ലഹേമിൽ ജനിച്ച ഒരു പുരുഷന്റെ അടുത്തേക്ക് ദൂതൻ കടന്നു വന്നു. അവനോട് ഇപ്രകാരം പറയുകയുണ്ടായി: കന്യകയും നിനക്ക് വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്നതുമായ മറിയ എന്ന സ്ത്രീയുടെ മേൽ പരിശുദ്ധാത്മാവ് വരും. അത്യുന്നത ശക്തി അവളുടെ മേൽ നിഴലിടും. അവൾ ഗർഭം ധരിച്ച് ഒരു മകനെ പ്രസവിക്കും. അവൻ തന്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിപ്പാനിരിക്കൊണ്ട് നീ അവന് യേശു എന്ന് പേരിടണം. ചോദ്യം പിന്നെയും ശേഷിക്കുകയാണ്. മനുഷ്യവർഗത്തിന്റെ പാപത്തിന്റെ പരിഹാരം വരുത്തുവാൻ ഒരു മനുഷ്യനെ കൊണ്ടും കഴിയുകയില്ല എന്ന് പറഞ്ഞിട്ട് മറിയയുടെ മകനായി ജനിച്ച ഈ യേശുവിന് എങ്ങനെ മാനവവർഗത്തിന്റെ പാപത്തിന് പരിഹാരം വരുത്തുവാൻ കഴിയും? അവൻ തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിപ്പാനിരിക്കൊണ്ട് നീ അവന് യേശു എന്ന് പേരിടണം എന്ന് പറഞ്ഞു. കന്യക ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കും. അവന് ദൈവം നമ്മോടുകൂടെ എന്നർത്ഥമുള്ള ഇമ്മാനുവേൽ എന്ന പേർ വിളിക്കും. മനുഷ്യൻ ചോദിച്ച ചോദ്യത്തിന് വലിയവനായ ദൈവം കൊടുത്ത മറുപടി ഇത് തന്നെയാണ്: അല്ലയോ മനുഷ്യ, നിന്റെ പാപത്തിന് പരിഹാരം വരുത്തുവാൻ ഒരു മനുഷ്യനെ കൊണ്ടും സാധ്യമല്ല. വാസ്തവം എങ്കിൽ ദൈവത്തിന് നിന്റെ പാപത്തിന് പരിഹാരം വരുത്തുവാൻ കഴിയും. അതുകൊണ്ടാണ് ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായം 6-ാം വാക്യം ഇപ്രകാരം വായിക്കുന്നത്: ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണമെന്ന് വിചാരിക്കാതെ ദാസരൂപമെടുത്ത് ഞങ്ങൾ പ്രസ്താവിക്കുന്ന, ഞങ്ങൾ പ്രസംഗിക്കുന്ന, ഞങ്ങൾ അനുകരിക്കുന്ന, ഞങ്ങൾ ആരാധിക്കുന്ന ഈ കർത്താവ് ഈ ഭൂമിയിൽ മനുഷ്യനായിട്ട് വരുവാൻ ഇടയായത്. മനുഷ്യന്റെ പാപത്തിന് മനുഷ്യനെ കൊണ്ട് പരിഹാരം വരുത്തുവാൻ കഴിയില്ലെന്നിരിക്കെ ദൈവം മനുഷ്യനായി ഈ ഭൂമിയിൽ അവതരിച്ചതാണ് പ്രിയപ്പെട്ടവരെ ഞങ്ങൾ പ്രസംഗിക്കുന്ന ഈ കർത്താവായിരിക്കുന്ന യേശുക്രിസ്തു. അവൻ സാക്ഷാൽ ദൈവമാണ്. ക്രിസ്തുയേശു പാപികളെ രക്ഷിപ്പാൻ ലോകത്തിൽ വന്നു എന്നുള്ളത് വിശ്വാസ്യവും എല്ലാവരും അംഗീകരിപ്പാൻ യോഗ്യവുമായ വചനം തന്നെ. ക്രിസ്തുയേശു പാപികളെ രക്ഷിപ്പാൻ ലോകത്തിൽ വന്നു. ക്രിസ്തു ആയിരുന്നവൻ യേശുവായി ഈ ലോകത്തിൽ വന്നവനാണ് ഞങ്ങൾ പ്രസംഗിക്കുന്ന ഈ കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തു. വാഗ്ദത്ത മശിയായിരിക്കുന്നവൻ യേശുവായി ഈ ഭൂമിയിൽ വന്നതാണ് ഞങ്ങൾ പ്രസംഗിക്കുന്ന ഈ കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തു. അഭിഷക്തനായവൻ യേശുവായി ഈ മണ്ണിൽ പിറന്നവനാണ് പ്രിയപ്പെട്ടവരെ ഞങ്ങൾ പ്രസ്താവിക്കുന്ന ഈ യേശു ക്രിസ്തു. എന്തിനു വന്നുവെന്ന് ചോദിച്ചാൽ അവൻ ക്രിസ്ത്യാനികളെ രക്ഷിപ്പാൻ വന്നവനല്ല, അവൻ യഹൂദന്മാരെ രക്ഷിപ്പാൻ വന്നവനല്ല, അവൻ ഹിന്ദുക്കളെ രക്ഷിപ്പാൻ വന്നവനല്ല, അവൻ പാപികളെ രക്ഷിപ്പാനായിട്ട് വന്നതാണ്. പൗലോസ് എഴുതിയ ആ വാക്യം ഇങ്ങനെയാണ് അവസാനിക്കുന്നത്: അവൻ പാപികളെ രക്ഷിപ്പാനായിട്ട് വന്നു. ക്രിസ്തു യേശു പാപികളെ രക്ഷിപ്പാൻ ലോകത്തിൽ വന്നു എന്ന് പറഞ്ഞാൽ അവൻ ഈ ലോകത്തിന്റെ വകയല്ല, അവൻ സ്വർഗത്തിൽ നിന്ന് മാനവരാശി രക്ഷിക്കുവാനായി ഈ ഭൂമിയിൽ വന്നവനാണ്. അതാണ് പ്രിയപ്പെട്ടവരെ ഞങ്ങൾ പ്രസ്താവിക്കുന്ന ഈ യേശു ക്രിസ്തു. പൗലോസ് പറയുകയാണ്: ഇത് എല്ലാവരും അംഗീകരിക്കുവാൻ, മണ്ണിൽ മനുഷ്യനായി പിറന്ന ഏവരും അംഗീകരിക്കുവാൻ, മണ്ണിൽ മനുഷ്യനായി പിറന്ന് ഞാൻ പാപിയാണെന്നുള്ള ഒരു ബോധ്യമുള്ള ഏവരും അംഗീകരിക്കുവാൻ ഏറ്റവും യോഗ്യമായിരിക്കുന്ന വചനം. എന്തുകൊണ്ടാണ് ഞങ്ങൾ യേശു ക്രിസ്തു പ്രസംഗിക്കുന്നറിയാമോ? പാപത്തിന്റെ പടുകുഴിയിൽ കിടക്കുന്ന മാനവരാശിയെ രക്ഷിക്കുവാൻ പര്യാപ്തമായിരിക്കുന്ന ഏക നാമം ഇത് മാത്രമാണ്. ഓർപ്പിക്കട്ടെ പ്രിയപ്പെട്ടവരെ, ഇവനെ പോലെ പ്രസംഗിക്കുവാൻ കൊള്ളാകുന്ന, ഇവനെ പോലെ അനുകരിക്കുവാൻ കൊള്ളാകുന്ന, ഇവനെ പോലെ അനുഗമിക്കുവാൻ കൊള്ളാകുന്ന, ഇവനെ പോലെ ആശ്രയിക്കുവാൻ കൊള്ളാകുന്ന, പോരാ ഇവനെ പോലെ ആരാധിക്കുവാൻ കൊള്ളാകുന്ന ഒരു വ്യക്തി പ്രഭാവം ഈ പ്രപഞ്ചത്തിൽ ഉദയം കൊണ്ടിട്ടുണ്ടോ?
അവനെ അനുഗമിച്ചവരാർക്കും പിന്നെ മറ്റൊരാളെയും അനുഗമിക്കേണ്ടതായി വന്നിട്ടില്ല. അവനെ പ്രസംഗിച്ച ഞങ്ങൾക്ക് ഒരിക്കലും മറ്റൊരാളെ കുറിച്ച് പ്രസംഗിക്കേണ്ടതായി വന്നിട്ടില്ല. ഒരിക്കലെങ്കിലും സത്യത്തിലും ആത്മാവിലും നീതിയിലും വിശുദ്ധിയിലും അവനെ ആരാധിച്ച ഒരു വ്യക്തിക്ക് പോലും അവന്റെ ജന്മത്തിൽ ഒരിക്കൽ പോലും മറ്റൊരാളെ ആരാധിക്കേണ്ടതായിട്ട് വരികയില്ല. പ്രിയപ്പെട്ടവരെ, അവനാണ് ഞങ്ങൾ പ്രസംഗിക്കുന്ന യേശു ക്രിസ്തു. വേദപുസ്തകം അടിവരയിട്ടുകൊണ്ട് പറയുന്ന ഒരു വാക്കാണ്, മറ്റൊരുത്തനിലും രക്ഷയില്ല, മറ്റൊരുത്തനിലും രക്ഷയില്ല എന്ന് പറഞ്ഞാൽ ഈ പ്രപഞ്ചത്തിൽ ആശ്രയിക്കുവാൻ കൊള്ളാകുന്ന പാപത്തിന്റെ പടുകുഴിയിൽ നിന്ന് നിന്റെ കരം പിടിച്ച് ഉയർത്തുവാൻ പര്യാപ്തമായിരിക്കുന്ന മറ്റൊരു നാമവും ഈ ലോകത്തിലില്ല. പ്രിയപ്പെട്ടവരെ, ഞാൻ ഈ കാര്യം പറയുമ്പോൾ എന്നെ കേൾക്കുന്ന ചിലരുടെയെങ്കിലും നെറ്റ് ചുളിയുവാനുള്ള സാധ്യതയുണ്ട്. ഒരുപക്ഷെ അവർ ചോദിച്ചേക്കാം, അങ്ങനെയൊക്കെ പറയാമോ? മറ്റൊരു ചിന്തിച്ചേക്കാം, മതസൗഹാർദ്ദം തകരുവാനുള്ള സാധ്യതയില്ലേ? യേശുവിൽ കൂടിയും രക്ഷ എന്ന് പറഞ്ഞാൽ പോരെ എന്നൊക്കെ ചിന്തിക്കുവാനുള്ള സാധ്യതയുണ്ട്. പ്രിയരെ, നാം ജീവിക്കുന്ന ഈ ഭൂമണ്ഡലത്തിൽ 15ഓളം വരുന്ന വാതകങ്ങൾ നിറഞ്ഞ ഈ വായുമണ്ഡലത്തിൽ നമുക്ക് ജീവവായു എന്ന് പറയുവാൻ ഒരു ഓക്സിജൻ മാത്രമേ ഉള്ളൂ. മരണക്കിടക്കയിൽ നമുക്ക് ജീവൻ നിലനിർത്തുവാൻ ഈ ഓക്സിജനെ കഴിയുന്നിരിക്കെ ഈ ലോകത്തിൽ ദൈവങ്ങൾ എന്ന ദേവന്മാർ എന്ന് പേര് പറയുന്ന അനേകരുണ്ടെങ്കിലും കൊരിന്ത്യ ലേഖനം 8-ാം അധ്യായം 6-ാം വാക്യത്തിൽ അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ്, ദേവന്മാർ എന്ന് പേരുള്ളവർ ഉണ്ടെന്ന് വരികിലും പിതാവായിരിക്കുന്ന ഏക ദൈവമേ നമുക്കുള്ളൂ. പ്രിയമുള്ളവരെ, അക്ഷരത്തെറ്റുകൂടാതെ ദൈവമെന്ന് വിളിക്കുവാൻ യോഗ്യനായിരിക്കുന്ന ഒരുത്തനെ ഈ ഉലകത്തിൽ ജന്മം കൊണ്ടിട്ടുള്ളൂ. അതാണ് ഞങ്ങൾ പ്രസംഗിക്കുന്ന ഈ കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തു. മരിച്ച് 4 നാൾ കഴിഞ്ഞ് നാറ്റം വെച്ച ലാസറിനെ ഉയർപ്പിച്ചത് കൊണ്ടല്ല ഞങ്ങൾ ഈ കർത്താവിനെ ദൈവമെന്ന് പറഞ്ഞ് ഉയർത്തി കാണിക്കുന്നത്. കുരുടനും മുടന്തനും കുഷ്ഠരോഗിക്കും രക്തസ്രാവമുള്ള സ്ത്രീക്കും സൗഖ്യം നൽകി കൊണ്ടല്ല ഞങ്ങൾ അവനെ കർത്താവ് എന്ന് വിളിച്ച് ആദരിക്കുന്നത്. ഇനി നിങ്ങൾക്ക് അവനെ ദൈവമെന്ന് വിളിക്കുവാൻ തക്കവണ്ണം അടയാളങ്ങൾ ആവശ്യമാണെങ്കിൽ ഞാൻ ഇപ്രകാരം അവൻ ചെയ്ത ഒരടയാളം ചൂണ്ടിക്കാണിക്കുവാൻ തക്കവണ്ണം ആഗ്രഹിക്കുകയാണ്. താൻ ശിമ്യോൻ എന്ന് പറയുന്ന ഒരു മനുഷ്യന്റെ വീട്ടിലിരിക്കുമ്പോൾ തന്റെ കാൽപാദങ്ങളിൽ വന്നു നിന്നുകൊണ്ട് കണ്ണീർ കൊണ്ട് ആ കാൽപാദങ്ങൾ നനച്ചിട്ട് മുടി കൊണ്ട് ആ കാൽപാദങ്ങൾ തുവർത്തിയിട്ട് തെരുതെര ഇടിവിടാതെ ആ കാൽപാദങ്ങളിൽ ചുംബനം ചെയ്ത പാപിനിയായിരിക്കുന്ന ഒരു സ്ത്രീയെയും ചേർത്ത് പിടിച്ചിട്ട് താനിരുന്ന ഭവനത്തിന്റെ മേൽക്കൂര പൊളിച്ച് തന്റെ മുമ്പിൽ ഇറക്കി വെച്ച പക്ഷപാത രോഗിയെയും ചേർത്ത് പിടിച്ചുകൊണ്ട് ഞങ്ങൾ പ്രസംഗിക്കുന്ന ഈ കർത്താവായ യേശു ഇപ്രകാരം പറയുകയുണ്ടായി, മക്കളെ, നിങ്ങളുടെ പാപങ്ങൾ ക്ഷമിച്ചിരിക്കുന്നു. മക്കളെ, നിങ്ങളുടെ പാപങ്ങൾ നിങ്ങളോട് ക്ഷമിച്ചിരിക്കുന്നു. അന്ന് ആ സമൂഹത്തിൽ ഉയർന്നു വന്ന ഒരു ചോദ്യമുണ്ട്. അന്ന് ആ അന്തരീക്ഷത്തിൽ ഉയർന്നു കേട്ട ഒരു ചോദ്യമുണ്ട്, ഇവൻ ആരാണ്? ലൂക്കോസ് 5-ാം അധ്യായം 21-ാം വാക്യത്തിൽ ഇപ്രകാരം വായിക്കുന്നുണ്ട്, ദൈവം ഒരുവനല്ലാതെ പാപികളെ മോചിപ്പാൻ കഴിയുന്ന ഇവനാണ്. സമൂഹത്തിന് ബോധം വരുന്ന നിലയിൽ അവരുടെ മരിച്ചു കിടക്കുന്ന മനസാക്ഷിയെ ഉണർത്തുവാൻ പര്യാപ്തമെന്ന നിലയിൽ ഞങ്ങളുടെ കർത്താവ് കാണിച്ചു കൊടുത്ത ഒരു മഹാത്ഭുതമാണ്. പാപികളുടെ പാപത്തിന് അവൻ പരിഹാരം വരുത്തി എന്നുള്ളത്. എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിതരെ, നിങ്ങൾ ആരുമായിക്കൊള്ളട്ടെ, ഈ ലോകം കണ്ട ഏറ്റവും വലിയ കുലപാതകയായിക്കൊള്ളട്ടെ, ഈ നാടും നാട്ടുകാരും നിങ്ങളൊന്ന് മരിച്ചു കിട്ടിയാൽ മതി എന്ന് പറഞ്ഞ് നിങ്ങളെ വെറുക്കുന്നവരായിക്കൊള്ളട്ടെ, നിങ്ങൾ ഈ സമൂഹത്തിന് ഒരു ബാധ്യതയായി ജീവിക്കുന്നവനായിക്കൊള്ളട്ടെ, നിങ്ങൾ ഏത് പാപത്തിന്റെ പടുകുഴിയിൽ കിടക്കുന്നവനായാലും നിന്നെ ചേർത്ത് പിടിക്കുവാൻ തക്കവണ്ണം, നിന്റെ ഭൂതകാലം അന്വേഷിക്കാതെ നിന്നെ ചേർത്ത് പിടിക്കുവാൻ തക്കവണ്ണം, മകനെ, നിന്റെ പാപങ്ങൾ ഞാൻ മോചിച്ചിരിക്കുന്നു പറയുവാൻ തക്കവണ്ണം, നിന്റെ സ്വർഗത്തിന് അവകാശിയാക്കി തീർക്കുവാൻ തക്കവണ്ണം ഞങ്ങൾ പ്രസംഗിക്കുന്ന ഈ ദൈവത്തിന് കഴിയും. ഈ ചരിത്രത്തിൽ ജനിച്ച് ജീവിച്ച് മരിച്ച് മൺമറഞ്ഞു പോയ അനേക മഹാന്മാരുണ്ടായിട്ടുണ്ട്.
അവർ ഈ സമൂഹത്തിന് നൽകിയിരിക്കുന്ന സംഭാവനകൾ ചരിത്രത്തിന്റെ ഏടുകൾ മറിച്ചു നോക്കിയാൽ നമുക്ക് അവിടെയും ഇവിടെയുമായിട്ട് കാണുവാൻ കഴിയും. അതിശക്തന്മാരായിരിക്കുന്ന നെപ്പോളിയനെ പോലെ, ഹിറ്റ്ലറെ പോലെ, അലക്സാണ്ടറെ പോലുള്ള ഭരണാധികാരികൾ ഈ സമൂഹത്തിൽ ഉണ്ടായിട്ടുണ്ട്. നമുക്കറിയാം, അരിസ്റ്റോട്ടലിനെയും പ്ലേറ്റോയെ പോലെയും സോക്രട്ടീസിനെ പോലെയുമുള്ള സമാനതകളില്ലാത്ത തത്വചിന്തകന്മാർ ഈ ലോകത്തിൽ ഉണ്ടായിട്ടുണ്ട്. നമുക്കറിയാം, ഷേക്സ്പിയറിനെ പോലെയും ചാൾസ് ഡിക്കൻസിനെ പോലെയും സമാനതകളില്ലാത്ത എഴുത്തുകാർ ഈ ലോകത്തിൽ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ അതിനോട് ഞാൻ ചേർത്ത് പറയട്ടെ, അവർ ഈ ലോകത്തിൽ ജീവിച്ചപ്പോൾ ഈ സമൂഹത്തിന് നൽകിയ സംഭാവനകൾ ഒന്നും തന്നെ വിസ്മരിക്കാതെ ഞാനിങ്ങനെ ഒന്ന് പറയട്ടെ, അവരെല്ലാവരും ചരിത്രത്തിൽ സംഭാവനകൾ നൽകിയിട്ട് ചരിത്രത്തിന്റെ ഏടുകളിൽ മറഞ്ഞു പോയവരാണ്. എന്നാൽ ചരിത്രത്തിന്റെ ഏടുകളിൽ മറയാതെ മങ്ങാതെ എന്തും ജ്വലിച്ചു നിൽക്കുന്ന ഒരു വ്യക്തി ഉണ്ടെങ്കിൽ അത് ഞങ്ങൾ പ്രസംഗിക്കുന്ന കർത്താവായിരിക്കുന്ന യേശുക്രിസ്തുവാണ്. കേവലം ചരിത്രത്തെ കീറി മുറിച്ചുകൊണ്ട് അതിന്റെ നടുവിലൂടെ നടന്നുപോയ ഒരു ചരിത്ര പുരുഷൻ മാത്രമാണ് ഈ കർത്താവെങ്കിൽ ഞങ്ങൾ അവനെ കുറിച്ച് സംസാരിക്കുകയില്ലായിരുന്നു. എന്നാൽ പ്രിയപ്പെട്ടവരെ, ഞാൻ ഓർപ്പിക്കട്ടെ, അവൻ കേവലം ഒരു ചരിത്ര പുരുഷനല്ല, മറിച്ച് അവനാണ് ചരിത്രം. ചരിത്രം ആരംഭിക്കുന്നത് ഈ ക്രിസ്തുവിൽ നിന്ന്, ചരിത്രം അവസാനിക്കുന്നത് ഈ ക്രിസ്തുവിൽ നിന്ന്. അവനാണ് മാനവ ചരിത്രത്തെ വേർമുറിച്ച് ഞങ്ങൾ പ്രസംഗിക്കുന്ന ഈ കർത്താവായ യേശു ക്രിസ്തു. എന്തുകൊണ്ടെന്നറിയാമോ? ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 1-ാം വാക്യപ്രകാരം വായിക്കുന്നുണ്ട്, ആദിയിൽ ദൈവം. അവിടെയാണ് ചരിത്രം ആരംഭിക്കുന്നത്. ആദിയിൽ ദൈവം എന്ന് പറഞ്ഞുകൊണ്ട് വിശുദ്ധ വേദപുസ്തകം ആരംഭിക്കുന്നിടത്ത് കേവലം ഈ ഭൂമിയുടെ ചരിത്രമല്ല, ഈ പ്രപഞ്ചത്തിന്റെ ചരിത്രം ആരംഭിക്കുന്നത് അവിടെയാണ്. അതാണ് പൗലോസ് കൊലോസ്യ ലേഖനം 1-ാം അധ്യായത്തിന്റെ 16-ാം വാക്യത്തിൽ വായിക്കുന്നത്, സകലവും അവൻ മുഖാന്തരം ഉളവായതൊന്നും അവനെ കൂടാതെ ഉളവായതല്ല എന്ന് പറയുമ്പോൾ, എന്റെ പ്രിയ സ്നേഹിതരെ, ചരിത്രം ആരംഭിക്കുന്നത് ഞങ്ങൾ പ്രസംഗിക്കുന്ന ഈ സകലത്തിന്റെയും സൃഷ്ടാവായിരിക്കുന്ന കർത്താവായ യേശു ക്രിസ്തുവിലാണ്. അവനിലാണ് ചരിത്രം ആരംഭിക്കുന്നത്. അവനെ കൂടാതെ ഒരു ചരിത്രമില്ല, അവനെ കൂടാതെ ഒരു പ്രപഞ്ച ചരിത്രമില്ല. ഇനി മുന്നോട്ട് പോകുമ്പോൾ വിശുദ്ധ വേദപുസ്തകത്തിന്റെ അവസാന പുസ്തകത്തിൽ അതിന്റെ അവസാന അധ്യായത്തിന്റെ 13-ാം വാക്യം നാം വായിക്കുമ്പോൾ ഈ കർത്താവ് തന്നെ പറഞ്ഞൊരു കാര്യമുണ്ട്, ഞാൻ ആദ്യനും അന്തവുമാകുന്നു. പ്രിയമുള്ളവരെ, അവനാണ് ചരിത്രം. ചരിത്രം ആരംഭിച്ചത് അവനിലൂടെയാണെങ്കിൽ, പ്രപഞ്ചം ആരംഭിച്ചത് അവനിലൂടെയാണെങ്കിൽ, എല്ലാം അവസാനിക്കുവാൻ പോകുന്നതും അവന്റെ മുന്നിൽ തന്നെ ആയിരിക്കും. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഇനിയും ഈ ചരിത്രാതീത പുരുഷനായിരിക്കുന്ന ക്രിസ്തുവിനെ നിങ്ങളുടെ രക്ഷിതാവായി അംഗീകരിക്കുവാൻ ഇന്ന് നിങ്ങൾക്ക് മനസ്സില്ലെങ്കിൽ, തീർച്ചയായിട്ട് ഞാൻ പറയുന്നു, എഴുതി വെച്ചുകൊള്ളുക, ഒരു നാൾ നിങ്ങൾ ഇവനെ അംഗീകരിക്കുന്ന ദിവസമുണ്ട്. അവനെ അംഗീകരിക്കാതെ, അവന്റെ മുമ്പിൽ മുഴങ്കാലുകൾ മടക്കാതെ, മണ്ണിൽ മനുഷ്യനായി പിറന്ന ഒരുത്തനും അവന്റെ ജീവിതം, അവന്റെ നിത്യത അവസാനിപ്പിക്കുവാനായിട്ട് കഴിയുകയില്ല. അവന്റെ ജനനം നിസ്തുല്യമാണ്. മീഖാ പ്രവചനം 5-ാം അധ്യായം 2-ാം വാക്യം ഒന്ന് വായിക്കാമോ? നീയോ ബേത്ലഹേം എഫ്രാത്തേ, നീ യഹൂദ സഹസ്രങ്ങളിൽ ചെറുതായിരുന്നാലും ഇസ്രായേലിന് അധിപതിയായിരിക്കുന്നവൻ എനിക്ക് നിന്നിൽ നിന്ന് ഉത്ഭവിച്ചു വരും. അവന്റെ ഉത്ഭവം പണ്ടേയുള്ളതും പുരാതനമായതും തന്നെ. നാം ഓർക്കുകയുണ്ടായി പ്രിയപ്പെട്ടവരെ, അവൻ ഇവിടെ വന്നവനാണ്. കേവലം 2025 വർഷങ്ങൾക്ക് മുമ്പ് മാത്രമാണ് ലോകം അവനെ അറിയുവാൻ തക്കനിടയായത്. എന്നാൽ മീഖാ എന്ന് പറയുന്ന പ്രവാചകൻ അടിവരയിട്ടുകൊണ്ട് പറയുന്ന ഒരു പ്രസ്താവ്യമുണ്ട്, ഒരു പ്രചോദനവാക്യമുണ്ട്, അവൻ പണ്ടേയുള്ളവനാണ്. അല്ലയോ ലോകമേ, 2025 വർഷം മുമ്പാണ് നിങ്ങൾ ഇവനെ അറിയുവാൻ തക്കനിടയായതെങ്കിൽ, 2025 വർഷം മുമ്പാണ് ചരിത്രത്തിന്റെ ഏടുകളിൽ ഈ കർത്താവിന് ഈ ലോകത്തിൽ ഇടം പിടിക്കുവാൻ ഇടയായതെങ്കിലും, പ്രവാചകൻ പറയുകയാണ്, അവൻ പണ്ടേയുള്ളവൻ, അവൻ പുരാതനനായവൻ. അതാണ് പൗലോസ് പറഞ്ഞത്, ദൈവരൂപത്തിലിരുന്നവൻ, സാക്ഷാൽ ദൈവമായിരുന്നവൻ, അവനാണ് മനുഷ്യനായി ഈ ഭൂമിയിൽ അവതരിച്ചത്. ഓർക്കണം, അവന്റെ ജനനം നിസ്തുല്യമാണ്. അവൻ എവിടെ ജനിക്കുമെന്ന് നൂറുകണക്കിന് വർഷങ്ങൾക്ക് മുമ്പേ തന്നെ പ്രവചിക്കപ്പെട്ടതാണ്.
പ്രിയപ്പെട്ടവരെ, അവിടെയും കൊണ്ട് അവസാനിക്കുന്നില്ല. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 7-ാം അധ്യായം അതിന്റെ 14-ാം വാക്യം പ്രകാരം വായിക്കുന്നുണ്ട്: കന്യക ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കും. ഒന്ന് നാം കാണുകയുണ്ടായി. മീഖ പറഞ്ഞു, അവൻ എവിടെയാണ് ജനിക്കുവാൻ പോകുന്നത്? മാനവരാശിയുടെ പാപത്തിന്റെ പരിഹാരത്തിനായി സ്വർഗം വിട്ട് ഈ ഭൂമിയിലോട്ട് വരാൻ പോകുന്ന കർത്താവായ യേശു ക്രിസ്തു അവിടെ അവൻ എവിടെ ഉദയം കൊള്ളുമെന്ന് മീഖ പറഞ്ഞെങ്കിൽ, ഇവിടെ യെശയ്യാ പറയുകയാണ് അവൻ എങ്ങനെയാണ് ജനിക്കുവാൻ പോകുന്നത്. നാം വായിക്കുണ്ടായല്ലോ, കന്യക ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കും. അവൻ തന്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ രക്ഷിപ്പാനിരിക്കൊണ്ട് അവന് യേശു എന്ന് പേരിടണം. നമുക്കറിയാം, ശാസ്ത്രം എത്രമാത്രം വികസിച്ച ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നതെന്ന്. ഇത്രമാത്രം വികസിച്ച ഒരു ശാസ്ത്രയുഗത്തിൽ, സ്പേസിൽ പോയി താമസിച്ച് മടങ്ങി വരുന്ന ഒരു ശാസ്ത്രയുഗത്തിൽ, എന്റെ പ്രിയപ്പെട്ടവരെ, കേൾവിക്കാരെ, ഞങ്ങൾ പ്രസംഗിക്കുന്ന ഈ ക്രിസ്തുവിനെ പോലെ ഭൂമിയിൽ ഭൂജാതനായിട്ടുള്ള കന്യക ഗർഭിണിയായി ഒരു മകനെ പ്രസവിച്ചിട്ടുള്ള ചരിത്രത്തിന്റെ ഏടുകളിൽ പരതി നോക്കിയാൽ പോലും കാണുകയില്ല. എന്തുകൊണ്ടെന്നാൽ അവന്റെ ജനനം എന്ന് പറയുന്നത് അത് നിസ്തുല്യമാണ്. അവനെ പോലെ ജനിക്കുവാൻ ആർക്കും കഴിയില്ല. അത് നിസ്തുല്യമായിരിക്കുന്ന ജനനമാണ്. അവളിൽ നിന്ന് ക്രിസ്തു എന്ന് പേരുള്ള യേശു ജനിച്ചു. പ്രിയമുള്ളവരെ, അവനെ ആരും ജനിപ്പിച്ചതല്ല. അബ്രഹാമിന് ഇസാക്കിനെ ജനിപ്പിക്കാമായിരുന്നു, ഇസാക്കിന് യാക്കോബിനെ ജനിപ്പിക്കാമായിരുന്നു. എന്നാൽ ഈ ക്രിസ്തുവിനെ ജനിക്കുവാൻ തക്കവണ്ണം ഈ ഭൂമിയിൽ ആർക്കും കഴിയില്ല. അവൻ ജനിച്ചവനാണ്. സ്വാമി വിവേകാനന്ദൻ ഇപ്രകാരം പറയുകയുണ്ടായി: ഞാൻ ഈ യേശു ക്രിസ്തുവിന്റെ കാലത്ത് പലസ്തീനിൽ ജീവിച്ചിരുന്നുവെങ്കിൽ ഞാൻ എൻ്റെ കണ്ണീർ കണങ്ങൾ കൊണ്ടല്ല, എൻ്റെ ജീവ രക്തം കൊണ്ട് ആ കാൽപാദങ്ങൾ കഴുകുമായിരുന്നു എന്ന് അദ്ദേഹം പറഞ്ഞു. മനുഷ്യനായി ജീവിച്ച ഒരുത്തനെ ദൈവമായിട്ട് അംഗീകരിക്കണമെങ്കിൽ ഈ ക്രിസ്തുവിനേക്കാൾ യോഗ്യനായിട്ട് മറ്റാരെയും ഞാൻ കാണുന്നില്ല. അവന് ദാസന്മാരായിട്ട് ആരും ഉണ്ടായിരുന്നില്ല. എന്നാൽ അവൻ എല്ലാവരുടെയും യജമാനനായിരുന്നു. അവന് ഒരു കുലഗുരുവും അവൻ ആരംഭിച്ചതായിട്ട് നാം കാണുന്നില്ല. എന്നാൽ എല്ലാവരും അവനെ ഗുരുവെന്ന് വിളിച്ചു എന്ന് കാണുവാൻ കഴിയുന്നുണ്ട്. നമുക്കറിയാം, ഒത്തിരി നമ്മൾ കേട്ടിട്ടുണ്ട്. അവനൊരു പുസ്തകവും പോലും എഴുതിയിട്ടില്ല, പ്രിയപ്പെട്ടവരെ. എന്നാൽ അവനെ കുറിച്ച് എഴുതപ്പെട്ട പുസ്തകങ്ങളുടെ കണക്ക് നോക്കിയാൽ ഈ ലോകത്തിലുള്ള ഒരു ലൈബ്രറിയിലും കൊള്ളുകയില്ല എന്ന് കാണുവാൻ കഴിയും. 33 വർഷക്കാലം അവൻ ഈ ലോകത്തിൽ ജീവിച്ചു. അവന്റെ പ്രവൃത്തിയുടെ സമയമായിരുന്ന 3.5 വർഷക്കാലം, ആ 3.5 വർഷക്കാലം അവന്റെ പിറകെ ആ അടിമയിൽ അടിവെച്ചുകൊണ്ട്, ആ പാദപീഠങ്ങളിൽ ഇരുന്നു കൊണ്ട്, ഓരോ ചൂടിന്മേൽ ചൂട് വെച്ചുകൊണ്ട്, ഓരോ ദിനരാത്രങ്ങളും അവനെ അനുഗമിച്ച അരുമശിഷ്യനായിരിക്കുന്ന പത്രോസ് അവനെ കുറിച്ച് പറഞ്ഞു: എന്റെ ഗുരു അവൻ പാപം ചെയ്തിട്ടില്ല. എന്റെ ഗുരു അവൻ പാപം ചെയ്തിട്ടില്ല. പകൽ മാത്രമല്ല, രാത്രിയിലും ആ കാൽപാദങ്ങളെ പിന്തുടർന്നവനാണ് ഞാൻ. ഒരിക്കൽ പോലും എന്റെ ഗുരു പാപം ചെയ്തിട്ടില്ല. ദമസ്കോസിന്റെ പടിവാതിൽക്ക് വെച്ച് പിടിക്കപ്പെട്ടവനായ അപ്പോസ്തലനായ പൗലോസ് ഈ ഗുരുവിനെ കുറിച്ച് ഇപ്രകാരമാണ് പറഞ്ഞത്: അവൻ പാപം അറിയാത്തവനാണ്. എന്താണ് പാപം അറിയാത്തതെന്ന് പറഞ്ഞാൽ? നാം മറിയയുടെ ചോദ്യമുണ്ട്: ഞാൻ പുരുഷനെ അറിയായതുകൊണ്ട് ഇതെങ്ങനെ സംഭവിക്കും? അറിയുക എന്ന് പറഞ്ഞാൽ ഇടപെടുക, ബന്ധപ്പെടുക എന്നാണ്. പൗലോസ് പറയുകയാണ്: എന്റെ ഗുരുനാഥനുണ്ടല്ലോ, ഞാൻ ജീവിക്കുന്നത് അവന് വേണ്ടിയാ, ഞാൻ മരിക്കുന്നത് അവന് അവന് അവൻ പാപം അറിയാത്തവനാണ്. പാപം അറിയാത്തവനായി ഈ ഭൂമിയിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ പൗലോസ് പറയുക, എന്റെ ഗുരുനാഥൻ അവൻ പാപം അറിയാത്തവനാണ്. ആ തിരുമാറിൽ ചാരിക്കൊണ്ട് ആ ഹൃദയത്തിന്റെ ലെഫ്റ്റ് താളങ്ങൾ തിരിച്ചറിഞ്ഞവനായ അരുമ സ്നേഹിതനായ ശിഷ്യനായ യോഹന്നാൻ ആ ഗുരുവിനെ കുറിച്ച് പറഞ്ഞ പ്രകാരമാണ്: എന്റെ ഗുരുവിൽ അവനിൽ പാപമില്ല, അവന്റെ സിരകളിൽ പാപമോടുന്നില്ല, അവന്റെ രക്തത്തിൽ പാപം അലിഞ്ഞു ചേർന്നിട്ടില്ല. എന്നാൽ പ്രിയപ്പെട്ടവരെ, ആ വസ്തുതകളെല്ലാം ഒരു വശത്ത് മാറ്റിവെച്ചുകൊണ്ട് പാലസ്തീന്റെ പെരുവഴിയിലൂടെ തന്റെ അടുക്കലേക്ക് പദം വെച്ച് നടന്നു വരുന്ന ഈ നസ്രായനായിരിക്കുന്ന യേശു ക്രിസ്തുവിനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പഴയ നിയമത്തിന്റെ അവസാന പ്രവാചകനായിരിക്കുന്ന യോഹന്നാൻ സ്നാപകൻ ഇപ്രകാരം പറയുകയുണ്ടായി: ഇതാ ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്.
ചോദിക്കട്ടെ പ്രിയപ്പെട്ടവരെ, പാപം ചെയ്യാത്തവൻ പാപം ചുമന്നുവെങ്കിൽ, പാപം അറിയാത്തവൻ പാപം ചുമന്നുവെങ്കിൽ, പാപമില്ലാത്തവൻ പാപം ചുമന്നുവെങ്കിൽ അവൻ ആരുടെ പാപമാണ് ചുമന്നത്? ഞാൻ നിങ്ങളെ ഓർപ്പിച്ചുണർത്തട്ടെ, ഈ പാപം ചെയ്യാത്തവൻ, പാപം അറിയാത്തവൻ, പാപമില്ലാത്തവൻ ചുമന്ന പാപം എന്ന് പറയുന്നത് എന്റെയും നിങ്ങളുടെയും പാപമാണ് കേട്ടോ. എന്റെയും നിങ്ങളുടെയും പാപമാണ്. പ്രിയമുള്ളവരെ, അതാണ് അവന്റെ ജീവിതത്തെ നിസ്തുല്യമാക്കുന്നത്. പാപമില്ലാത്തവൻ മറ്റുള്ളവരുടെ പാപം ചുമക്കുന്നവനായി മാറിയപ്പോൾ അവന്റെ ജീവിതം നിസ്തുല്യമായി തീർന്നു എന്ന് കാണുവാൻ കഴിയും. ഇനിയും ചോദിക്കട്ടെ, എന്തുകൊണ്ട് ഞങ്ങൾ ഈ ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു ചോദിച്ചാൽ അവന്റെ പ്രഖ്യാപനങ്ങൾ നിസ്തുല്യമായിരുന്നു. യോഹന്നാൻ സുവിശേഷം 14-ാം അധ്യായം അതിന്റെ 6-ാം വാക്യത്തിൽ നിന്ന് ഇപ്രകാരം വായിക്കുന്നുണ്ട്: ഞാൻ തന്നെ വഴിയും സത്യവും ജീവനും ആകുന്നു. പ്രിയമുള്ളവരെ, വഴി മനുഷ്യനെ ലക്ഷ്യത്തിലെത്തിക്കുന്നതാണ്. അപ്പൊ വഴി എന്ന് പറയുന്നത് മനുഷ്യനെ അവന്റെ ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കുന്നതാണ്. ഇവിടെ ക്രിസ്തു പ്രഖ്യാപിക്കുക, ഞാനാണ് വഴി. ഞാൻ തന്നെ വഴി എന്ന് പറഞ്ഞാൽ മറ്റൊരു വഴിയുമില്ല. നിങ്ങൾ അന്വേഷിക്കുന്ന, നിങ്ങളുടെ ജീവിതാവസാനത്തിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ തുറമുഖത്ത് നിങ്ങളെ എത്തിക്കുവാൻ തക്കവണ്ണം പര്യാപ്തമായിരിക്കുന്ന ഒരു വഴിയുണ്ടെങ്കിൽ ആ വഴി ഞാനാണ്. ഓർക്കുറിയപ്പെട്ടവരെ, ഇങ്ങനെ ഒരു പ്രഖ്യാപനം നടത്തുവാൻ ചുറ്റും കൂടിയിരിക്കുന്ന ജനസഹസ്രത്തെ കണ്ടുകൊണ്ട് ഞാനാണ് വഴി, ഞാനല്ലാതെ വേറൊരു വഴിയില്ല എന്ന് പ്രഖ്യാപിക്കുവാൻ കഴിയുന്നത് ഞങ്ങൾ പ്രസംഗിക്കുന്ന ഈ കർത്താവിന് മാത്രമാണ്. എന്റെ പ്രിയ സ്നേഹിത, നിത്യനാശത്തിൽ നിന്ന് നിത്യജീവനിലേക്കുള്ള വഴിയാണ് ഞങ്ങൾ പ്രസംഗിക്കുന്ന ഈ കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തു. നിത്യ മരണത്തിൽ നിന്ന് നിത്യജീവനിലേക്കുള്ള വഴിയാണ് ഞങ്ങൾ പ്രസംഗിക്കുന്ന ഈ കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തു. അന്ധകാരത്തിൽ നിന്ന് അത്ഭുത പ്രകാശത്തിലേക്കുള്ള വഴിയാണ് ഞങ്ങൾ പ്രസംഗിക്കുന്ന ഈ യേശു ക്രിസ്തു. ജീവിതയാത്രയിൽ വഴിയറിയാതെ ജീവിതത്തിന്റെ ആൽക്കലവകളിൽ എങ്ങോട്ട് പോകണമെന്ന് അറിയാൻ നിൽക്കുന്ന പ്രിയ സ്നേഹിത, ഈ ശബ്ദം കേൾക്കുന്ന ഈ ഇടത്തേക്ക് കടന്നു വരൂ. ഞങ്ങൾ ചൂണ്ടിക്കാണിച്ചു തരാം നിനക്കുള്ള വഴി ഏതാണെന്ന്. എന്തുകൊണ്ടെന്നാൽ ഞങ്ങൾ പ്രസംഗിക്കുന്ന ഈ ക്രിസ്തുവാണ് ജീവനിലേക്കുള്ള വഴി. ഒരു മുഴം കയറിൽ ജീവിതം അവസാനിപ്പിച്ച് കളയാം എന്ന് ചിന്തിച്ചിരിക്കുന്ന പ്രിയ സ്നേഹിത, ജീവിതം ഒടുക്കിക്കളയുവാനുള്ളതല്ല, ജീവിതം ജീവിക്കുവാനുള്ളത് നിന്നെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്ന വഴിയാണ് പ്രിയപ്പെട്ടവരെ ഞങ്ങൾ പ്രസംഗിക്കുന്ന ഈ കർത്താവായ യേശു ക്രിസ്തു. അവൻ പറയുകയുണ്ടായി, ഞാൻ നല്ല ഇടയനാണ്. പ്രിയ സ്നേഹിത, എല്ലാവരാലും തള്ളക്കളഞ്ഞ് ഒറ്റപ്പെട്ട് ജീവിക്കുന്ന ഒരു വ്യക്തിയാണോ നിങ്ങൾ? നിങ്ങളെ ചുമലിലേറ്റി സ്വർഗമെന്ന ആ പറുദീസയിലെത്തിക്കുവോളം ചുമക്കുവാൻ പര്യാപ്തനായിരിക്കുന്ന ഒരു ദൈവമുണ്ട്. അവനാണ് ഞങ്ങൾ പ്രസംഗിക്കുന്ന യേശു ക്രിസ്തു. അവൻ വാതിലാകുന്നു. നിത്യനാശത്തിൽ നിന്ന് സ്വർഗത്തിലേക്കുള്ള വാതിൽ അവനാണ് പ്രിയപ്പെട്ടവരെ ഞങ്ങൾ പ്രസംഗിക്കുന്ന ഈ കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തു. അവനെക്കുറിച്ച് അനേക കാര്യങ്ങൾ നമുക്ക് കേൾക്കുകയുണ്ടായി. അവന്റെ ജനനം നിസ്തുല്യമായിരുന്നു, അവന്റെ ജീവിതം നിസ്തുല്യമായിരുന്നു, അവന്റെ പ്രഖ്യാപനങ്ങൾ നിസ്തുല്യമായിരുന്നു. പ്രിയമുള്ളവരെ, ജനനത്തിൽ മാത്രമല്ല അവന്റെ മരണത്തിലും അവൻ നിസ്തുല്യം തന്നെ. നമുക്കറിയാം, എല്ലാവരും ജനിക്കുന്നത് തന്നെ ജീവിക്കുവാൻ വേണ്ടിയിട്ടാണ്. എന്നാൽ ഉലക ചരിത്രത്തിൽ മരിക്കുവാനായിട്ട് ജന്മം കൊണ്ട ഒരുത്തിനേയുള്ളൂ. മറ്റുള്ളവരുടെ പാപപരിഹാരത്തിനായി മരിക്കുവാൻ തക്കോണം ജന്മം കണ്ട ഒരേ ഒരു വ്യക്തിയേ ഉള്ളൂ. അതാണ് പ്രിയപ്പെട്ടവരെ ഞങ്ങൾ പ്രസംഗിക്കുന്ന ഈ കർത്താവായ യേശു ക്രിസ്തു. നമ്മുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട് അവൻ ക്രൂശിൽ കയറി. അനേകർ ജീവിക്കുവാനായിട്ട് ജനിച്ചപ്പോൾ, അനേകർ ജീവിക്കുവാനായിട്ട് നെട്ടോട്ടമോടുമ്പോൾ, അനേകർ ജീവിക്കുവാനായിട്ട് കൊല്ലയും കൊലവിളിയും നടത്തുമ്പോൾ, ഇവിടെ ഒരുത്തൻ മറ്റുള്ളവരെ പാപങ്ങളെ ചുമന്നുകൊണ്ട് നിൽക്കുകയല്ല. യോഹന്നാൻ സ്നാപകൻ പറയുകയുണ്ടായി, ഇതാ ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടെന്ന് പറഞ്ഞുവെങ്കിൽ അതിന് ഉത്സവപ്പെട്ടുകൊണ്ട് പത്രോസ്ലീഹ പറയുക, അവൻ നമ്മുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട് ക്രൂശിന്മേൽ കയറി. അവന്റെ മരണം
എത്രയോ നിസ്തുല്യമാണ് പ്രിയപ്പെട്ടവരെ. നാം ഓരോരുത്തരും നമ്മുടേതായ പാപങ്ങളിൽ മരിക്കുമ്പോൾ നമ്മുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട് ക്രൂശിന്മേൽ കയറുവാൻ ഇവന് മാത്രമേ കഴിയുകയുള്ളൂ. എന്തുകൊണ്ടെന്നാൽ അവൻ പാപം ഇല്ലാത്തവനാണ്. അവന്റെ ഉയർപ്പിലും അവൻ നിസ്തുലനാണെന്ന് കാണുവാൻ കഴിയും. പാലസ്തീനിൽ ഒരു ചെറിയ തോട്ടത്തിൽ ഒരു കല്ലറ മാത്രം തുറന്നു കിടക്കുകയാണ്. അതിന് മുകളിൽ ഇപ്രകാരം എഴുതിയിട്ടുണ്ട്, അവനിവിടെയില്ല, ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, അവൻ ഉയർപ്പിലും നിസ്തുലനാണ്. മരണത്തെ വെന്ന് ഉയർത്തെഴുന്നേറ്റവൻ അവനെ പോലെ മറ്റാരുമില്ല. പ്രിയപ്പെട്ടവരെ, അവൻ ഉയർപ്പിൽ നിസ്തുലനായിരുന്നുവെങ്കിൽ, അവൻ മരണത്തിൽ നിസ്തുലനായിരുന്നുവെങ്കിൽ, ഒന്ന് ഞാൻ ഓർപ്പിക്കട്ടെ, അവന്റെ മടങ്ങി വരവിലും അവൻ നിസ്തുലൻ തന്നെ ആയിരിക്കും. അപ്പോസ്തല പ്രവൃത്തി 1-ാം അധ്യായം 9 മുതൽ 11 വരെ വാക്കുകൾ വായിക്കുമ്പോൾ പ്രകാരം കാണുന്നുണ്ട്, അല്ലല്ലയോ ഗലീല പുരുഷന്മാരെ, നിങ്ങളിങ്ങനെ സ്വർഗത്തിലേക്ക് ആകാശത്തിലേക്ക് നോക്കി നിൽക്കുന്നത് എന്ത്? നിങ്ങളെ വിട്ട് സ്വർഗത്തിലേക്ക് കയറിപ്പോയ ഈ കർത്താവായ യേശു ക്രിസ്തു അവൻ പോയതുപോലെ, അവൻ എവണ്ണം പോയതോ അതുപോലെ മടങ്ങി വരും. അവൻ അതുപോലെ മടങ്ങി വരും. അവന്റെ മരണം നിസ്തുല്യമായിരുന്നുവെങ്കിൽ, അവന്റെ ഉയർപ്പ് നിസ്തുല്യമായിരുന്നുവെങ്കിൽ, എന്നെ കേൾക്കുന്ന വട്ടേക്കാട് നിവാസികളെ, അവൻ ഒരു നാൾ പോയതുപോലെ മടങ്ങി വരും. വാക്കുമാറുവാൻ അവൻ മനുഷ്യനല്ല. അവൻ പോയതുപോലെ മടങ്ങി വരും. 1 തെസ്സലോനിക്കർ 4-ാം അധ്യായം 16-ാം പ്രകാരം വായിക്കുന്നുണ്ട്, കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രതാപ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരും. അടുത്ത് വായിക്കുന്നത്, ക്രിസ്തുവിൽ മരിച്ചവർ അവനെ എതിരേൽക്കാൻ ഉയർത്തെഴുന്നേറ്റ് വരും. ക്രിസ്തുവിൽ മരിച്ചവർ അവനെ എതിരേൽക്കാൻ ഉയർത്തെഴുന്നേറ്റ് വരും. അവനെ കർത്താവായി സ്വീകരിച്ചവർ, അവന്റെ രക്തത്താൽ പാപക്കറകളെ കഴുകി ശുദ്ധീകരിക്കപ്പെട്ടവർ, അവനായി ജീവിക്കുന്നവർ, അവനിൽ മരിച്ചവർ, അവനിൽ ജീവിക്കുന്നവർ, അവന്റെ മടങ്ങി വരവിൽ അവനെ എതിരേൽപ്പാൻ എഴുന്നേറ്റ് വരും. കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, അവൻ വരും നിശ്ചയം. പക്ഷേ നിന്റെ ഗതി എന്താകും? നിന്റെ ഗതി എന്താകും? അതാണ് നീ ഇന്ന് ചിന്തിക്കേണ്ട ചോദ്യം. അവൻ മരണത്തിൽ നിസ്തുലനായിരുന്നുവെങ്കിൽ, ജീവിതത്തിൽ നിസ്തുലനായിരുന്നുവെങ്കിൽ, അവന്റെ ഉയർപ്പിൽ നിസ്തുലനായിരുന്നുവെങ്കിൽ, അവന്റെ മടങ്ങി വരവിലും അവൻ നിസ്തുലനായിരിക്കും. അവനെ എതിരേൽപ്പാൻ എന്റെ പ്രിയ സ്നേഹിത, നീ കാണുമോ? കാണണമെന്നാണ് നിങ്ങളെക്കുറിച്ചുള്ള ഞങ്ങളുടെ താല്പര്യവും പ്രാർത്ഥനയും. നിങ്ങൾ ആരുമായിക്കൊള്ളട്ടെ, ഏത് മതത്തിൽ വിശ്വസിക്കുന്നതിനായിക്കൊള്ളട്ടെ, വിദ്യാസമ്പന്നനോ വിദ്യാവിഹീനനോ ആയിക്കൊള്ളട്ടെ, ധനവാനോ ദരിദ്രനോ ആയിക്കൊള്ളട്ടെ, ഭരണത്തിലിരിക്കുന്നവനോ തൊഴിലാളിയോ ആയിക്കൊള്ളട്ടെ, ഞങ്ങൾ പ്രസംഗിക്കുന്ന കർത്താവ് യേശു ക്രിസ്തു നിന്നെ സ്നേഹിക്കുന്നു. എൻ്റെ പ്രിയ സ്നേഹിത, സ്വർഗം വിട്ട് ഈ ഭൂമിയിൽ വന്ന് നിനക്ക് വേണ്ടി കാൽവരി ക്രൂശിൽ തന്റെ കാൽകരങ്ങൾ വിരിച്ചിട്ട് ആ കാൽകരങ്ങളിൽ കാരിരുമ്പാണികൾ ആഴ്ന്നിറങ്ങുവാൻ ഏൽപ്പിച്ചു കൊടുത്തത്, നിനക്ക് വേണ്ടി തുപ്പലേറ്റത്, നിനക്ക് വേണ്ടി മുൾക്കിരീടം ചൂടിയത്, നിനക്ക് വേണ്ടി നിന്നപാത്രമായത് നിന്നെ സ്നേഹിച്ചിട്ടാ. പാപത്തിന്റെ പടുകുഴിയിൽ നിന്ന് അവന്റെ കരങ്ങൾ നീട്ടി നിന്നെ ഒന്ന് പിടിച്ചുയർത്തി തൻ്റെ മാറോട് ചേർക്കുവാൻ കേൾപ്പുള്ള ഈ ദൈവത്തെ സ്നേഹിക്കുവാൻ നിനക്ക് കഴിയുന്നുണ്ടോ? ഞാനൊന്ന് ഓർപ്പിക്കട്ടെ, നിത്യനരകത്തിന്റെ ഭയാനകതകളല്ല നിന്നെ ക്രിസ്തുവിനോട് അടുപ്പിക്കേണ്ടത്. നിത്യനാശത്തിൽ നരകത്തിന്റെ ആ കെടാത്ത തീയോ ചാകാത്ത പുഴുവല്ല ഇവിടുത്തെ പ്രസക്ത വിഷയം. നിന്നെ ക്രിസ്തുവിനോട് അടുപ്പിക്കേണ്ടത്, നിന്നെ ആ കാൽവരി ക്രൂശിനോട് അടുപ്പിക്കേണ്ടത്, നിനക്ക് വേണ്ടി കാൽവരി ക്രൂശിൽ കാൽകരങ്ങളിൽ വിരിച്ചു കൊടുത്ത ആ കർത്താവിന്റെ നിസ്തുല്യമായിരിക്കുന്ന സ്നേഹമായിരിക്കണം. ആ വിരിച്ച കരങ്ങളിൽ ഇന്നും നിനക്ക് വേണ്ടി കാത്തിരിക്കുക എൻ്റെ പ്രിയ സ്നേഹിത. അവന്റെ അടുത്ത് വരുവാൻ നിനക്ക് താല്പര്യമുണ്ടോ? താല്പര്യമുണ്ടെങ്കിൽ നിന്റെ പണവും നിന്റെ പ്രസക്തിയും അവനാവശ്യമില്ല, നേർച്ച കാഴ്ചകൾ അവനാവശ്യമില്ല. എൻ്റെ പ്രിയ സ്നേഹിത, നീ ആയിരിക്കുന്നിടത്ത് നിന്ന് എൻ്റെ കർത്താവേ, ഞാൻ പാപിയായിരിക്കുന്ന ഒരു മനുഷ്യനോട് ഏറ്റു പറയാൻ കഴിയുമോ? ആ ക്രൂശിൽ കിടന്ന കള്ളന്മാരെ പോലെ, കർത്താവേ, ഞാൻ പാപിയായിരിക്കുന്ന മനുഷ്യൻ, എൻ്റെ പാപത്തിന്റെ പരിഹാരത്തിനായി കാൽവരി ക്രൂശിൽ അവിടുന്ന് പരമയാഗമായി തീർന്നു നീ വിശ്വസിക്കുന്നു കർത്താവേ. അവിടുന്ന് രാജാതി രാജാവും കർത്താതി കർത്താവും സാക്ഷാൽ ദൈവവും ദൈവപുത്രനും ഞാൻ വിശ്വസിക്കുന്നു.
അവിടെ നിന്ന് മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റത് എൻ്റെ പാപപരിഹാരത്തിനാണ് വിശ്വസിക്കുന്നു. കർത്താവേ, എന്നെ ചേർക്കുവാൻ ഒരു നാൾ അവിടെ നിന്ന് മടങ്ങി വരുമെന്ന് വിശ്വസിക്കുന്നു. ഇത്രയും കാര്യങ്ങൾ ആ കുരിശിൽ കിടന്ന കള്ളനെ പോലെ നിങ്ങൾക്ക് പറയുവാനിടയായാൽ ആ കർത്താവ് ആ കള്ളനോട് പറഞ്ഞ കാര്യമുണ്ട്: ഇന്ന് നീ എന്നോടുകൂടെ പരദേശിലിരിക്കും. നിന്റെ ഭൂതകാലം അവൻ നോക്കുകയില്ല കേട്ടോ. നീ കൊലപാതകിയാണോ, കള്ളനാണോ, കവർച്ചക്കാരനാണോ എന്ന് അവൻ ആ കള്ളനോട് ചോദിച്ചില്ല. അവനോട് ചോദിച്ച് ഒരു ചോദ്യവും ഉണ്ടായിരുന്നില്ല. അവൻ അംഗീകരിച്ചു: യേശുവേ, നീ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ ഈ കള്ളനായ, ദോഷിയായ, പാപിയായ എന്നെ ഒന്ന് ഓർക്കണമേ. മറുപടി വളരെ സുതാര്യമായിരുന്നു: ഇന്ന് നീ എന്നോടുകൂടെ പരദേശിലിരിക്കും. ഞങ്ങൾ വാഴിക്ക് അടക്കട്ടെ പ്രിയപ്പെട്ടവരെ. വാക്കുകൾ നിർത്തട്ടെ, വാക്കുകൾക്ക് വിരാമം കുറിക്കട്ടെ. ഞങ്ങളെ കേട്ട ആർക്കെങ്കിലും ഞങ്ങൾ പാപിയാണെന്നുള്ള ബോധ്യമുണ്ടെങ്കിൽ, ഈ കർത്താവിനെ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ, അവൻ്റെ സ്നേഹം നിങ്ങളെ മാടി വിളിക്കുക. ആ മാടി വിളിച്ച ആ വിരിക്കപ്പെട്ട കരങ്ങളിലേക്ക് ഒന്ന് അമർന്നിരിപ്പാൻ നിങ്ങൾക്കിടയാകട്ടെ. നിങ്ങളെ ദൈവം ആത്മാർത്ഥമായി അനുഗ്രഹിക്കട്ടെ.